നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ കർക്കിടകൻ രാശിക്കാരുടെ ഈ ആഴ്ചയിലെ പൊതുഫലമാണ് പറയുന്നത്. ഇത് പൊതുവായ ജ്യോതിഷ വ്യാഖ്യാനമാണ്. വ്യക്തിഗത ജാതകത്തെ ആശ്രയിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വന്നേക്കാം. ഈ ആഴ്ച കർക്കിടകം രാശിക്കാർക്ക് ക്ഷമയും വിവേകവും ഏറ്റവും വലിയ ശക്തിയായിരിക്കും. ചില കാര്യങ്ങൾ വൈകുന്നതായി തോന്നിയാലും അവസാനത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കാണാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനിടയുള്ള ഒരു വാരമാണ്. മേലധികാരികളുടെ വിശ്വാസം നേടാൻ അവസരമുണ്ടാകുന്ന വാരമാണ്. ജോലി മാറാൻ ആലോചിക്കുന്നവർക്ക് ചില നല്ല വിവരങ്ങൾ ലഭിച്ചേക്കാവും. ബിസിനസ് ചെയ്യുന്നവർക്ക് പഴയ ഉപഭോക്താക്കളിലൂടെ നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വാരമാണ്. പുതിയ നിക്ഷേപങ്ങൾ ചെയ്യുമ്പോൾ ആലോചിച്ച് മാത്രം കർക്കിടകം രാശിക്കാർ തീരുമാനിക്കുന്നതാണ് ഈ വാരം നല്ലത്. വരുമാനം സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം സാധ്യതയുണ്ട്. അനാവശ്യ ചെലവുകൾ കർക്കിടകം രാശിക്കാർ നിയന്ത്രിച്ചാൽ സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടും. കുടിശ്ശികയായി കാത്തിരുന്ന ചില തുകകൾ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ കർക്കിടകം രാശിക്കാർക്ക് സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംസാരത്തിലൂടെ പരിഹരിക്കാൻ കഴിയും. മുതിർന്നവരുടെ ഉപദേശം കർക്കിടകം രാശിക്കാർ ഈ ആഴ്ച ഗുണം ചെയ്യും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം കൂടുതൽ ശക്തമാകും. പ്രണയബന്ധത്തിലുള്ളവർ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ ഈ വാരം ശ്രമിക്കേണ്ടതാണ്. കർക്കിടകം രാശിക്കാർ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന ആശയവിനിമയം നടത്തേണ്ടത് ഈ വാരം നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമാകും. വിവാഹാലോചനകൾ ചില കുടുംബങ്ങളിൽ ഈ വാരം കർക്കിടകം രാശിക്കാർക്ക് അനുകൂല ചർച്ചകൾ തുടങ്ങാം. പഠനത്തിൽ കർക്കിടകം രാശിക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ സ്ഥിരമായി പഠിച്ചാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഈ ആഴ്ച കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും. കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും സമയത്ത് ഭക്ഷണം കഴിക്കുകയും ഈ വാരം ചെയ്യേണ്ടതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ ശ്രദ്ധിക്കുന്നത് ഈ വാരം കർക്കിടകം രാശിക്കാർക്ക് വളരെ ഗുണം ചെയ്യുന്നു. ഈ ആഴ്ച കർക്കിടകം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേഷ്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുക. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ഈ വാരം നിങ്ങൾ ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രധാന രേഖകൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ ഈ വാരം കർക്കിടകം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആഴ്ചയിലെ കർക്കിടകം രാശിക്കാരുടെ വഴിപാട് എന്തെല്ലാം നോക്കാം. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുകയോ ഭക്തിപൂർവം പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് പലർക്കും ആത്മവിശ്വാസവും മാനസിക ശാന്തിയും നൽകുന്നു. ഇനി കർക്കിടകം രാശിക്കാരുടെ മന്ത്രം ഓം നമഃ ശിവായ എന്ന മന്ത്രം 108 പ്രാവശ്യം ഭക്തിപൂർവം ഈ വാരം ജപിക്കുന്നത് ഗുണകരമാണ്. ഈ ആഴ്ചയിലെ ഭാഗ്യനിറം വെളുപ്പ്. ഈ ആഴ്ചയിലെ ഭാഗ്യസംഖ്യ 2. ഈ ആഴ്ച ക്ഷമയും പോസിറ്റീവ് ചിന്തകളും കൈവിടാതെ മുന്നോട്ട് പോയാൽ
നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ കർക്കിടകം രാശിക്കാർക്ക് കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.